ദേശാടനക്കിളി കരയാറില്ല എന്നൊരു മൂവി ഉണ്ടായിരുന്നു. ഏകദേശം ആ ഒരു സ്റ്റോറിക്ക് സമാനമായിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ വരുന്നില്ല. മലപ്പുറത്ത് നിന്ന് 2 പെൺകുട്ടികളെ കാണാതാവുകയും അവരെ പിന്നീട് കണ്ടുകിട്ടുന്നത് മുംബൈയിൽ നിന്നുമാണ്. എന്നാൽ ഈ ഒരു കേസിൽ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനും റെഡിയായിരുന്നില്ല. അവർ പറയുന്നത് അവരുടെ പേരൻസ് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നു, അവരുടെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലാത്തൊരു പേരൻസാണ്, അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല എന്നൊരു രീതിയിലായിരുന്നു. ഒരു കുട്ടിക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനും ജീൻസ് ഇടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ പേരൻസ് അതിന് സമ്മതിച്ചില്ല. ഒരുപക്ഷെ ആ പറഞ്ഞ കാര്യം സത്യമായിരിക്കാം. കാരണം ഈ കുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടു കിട്ടുമ്പോൾ അവരുടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജീൻസ് ആയിരുന്നു ഡ്രസ്സ് ഇട്ടതൊക്കെ. മൊത്തത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു. ഇവിടെ നമുക്ക് പേരൻസിൻ്റെ സൈഡൊന്ന് ചിന്തിച്ച് നോക്കാം. അവർ വിചാരിച്ചിട്ടുണ്ടാകും പെൺകുട്ടികൾക്ക് അധികം പ്രായമായിട്ടില്ല, കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം അവരുടെ ഇഷ്ടം പോലെ അവർ ഡ്രസ്സ് ഇടുകയോ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തോട്ടെ എന്നായിരിക്കും ചിന്തിച്ചത്. അതല്ല എങ്കിൽ എൻ്റെ കുട്ടി ഈ രീതിയിലൊന്നും നടക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നൊരു മൈൻഡ് സെറ്റുമായിരിക്കാം. ഇനി കുട്ടികളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പ്രായം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫാൻറ്റസി വേൾഡിലൂടെ പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമായിരിക്കും ഇവരുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ഹീറോയിൻസിനെയൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരു ഏജ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വരുന്നതും പേരൻസിനോട് പറയുന്നത്. അപ്പോൾ പേരൻസ് റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം 18 വയസ്സായതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. അതുകൊണ്ടായിരിക്കാം 18 വയസ്സ് വരെ അവർ വെയിറ്റ് ചെയ്തതും അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും. എന്നാൽ ഇതുപോലെ ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കുമോ കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങി മുംബൈ വരെ പോയത് എന്നതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പോലീസ് എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെങ്കിലും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇതേപോലെയുള്ള കേസുകളിൽ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുട്ടികൾക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുകയും അവർക്ക് ഫ്രീഡം കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കി നടക്കുകയായിരിക്കും. ഒരുപക്ഷെ അതിനൊരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ പുറത്തേക്ക് വരികയും അവർക്ക് കിട്ടിയ ഫ്രീഡം ഏത് രീതിയിൽ വിനിയോഗിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കും പോകും. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഇതേപോലെ തന്നെ കുട്ടികളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പേരൻസ് എന്തുകൊണ്ടായിരിക്കാം പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്? അതൊരു പക്ഷേ നിങ്ങളെ ഭാവിയിൽ അവർക്ക് നഷ്ടപ്പെടാതിരിക്കാനായിരിക്കാം. എന്താണെങ്കിലും പുതിയ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ വേറെ ലെവലിലേക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അതൊന്ന് മനസ്സിൽ വെക്കുന്നതും അവരെ അതേപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ടതും നമ്മുടെ തന്നെ ആവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പോകെ പോകെ പുതിയ ന്യൂസുകൾ എന്താണെങ്കിൽ വന്നുകൊണ്ടിരിക്കും. 2025 അല്ലേ, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്ന സിറ്റുവേഷനിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അത്തരമൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മുടെ കേരളം പോവാതിരിക്കട്ടെ.